ഈ വിഷു പോലുള്ള ആഘോഷ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും നമുക്ക് കുടുംബത്തോടൊപ്പം അല്പം നേരം ചിലവഴിക്കാൻ അവസരം കിട്ടുന്നത്. തന്റെ രാഷ്ട്രീയ തിരക്കുകളിൽ നിന്നെല്ലാം മാറി ഇന്ന് കുടുംബത്തോടൊപ്പം വിഷു ആഘോഷിക്കുകയാണ് നമുക്ക് ഏറെ പ്രിയപ്പെട്ട രാഷ്ട്രീയ നേതാവും തിരുവഞ്ചൂരുകാരുടെ സ്വന്തം MLA-യുമായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിന്റെ വിഷു വിശേഷങ്ങൾ ഒന്ന് നോക്കാം. ഭാര്യ ഇന്നലെ തന്നെ അതെല്ലാം ഒരുക്കി വെച്ചു. രാവിലെ ഒരു 4:30-5 ആയപ്പോൾ കണി കണ്ടു. ഇന്നിപ്പോ വിശ്രമമാണോ അതോ പരിപാടികളിലൊക്കെ ഇന്നും സജീവമാണോ? ഇത് കഴിഞ്ഞാൽ ഉടനെ റെഗുലർ ആയിട്ടുള്ള പ്രാക്ടീസ്. നേരെ പുറത്തോട്ട് പോകും. വണ്ടി ഡ്രൈവറും ബാക്കി നമ്മുടെ കൂടെയുള്ള ആളുകളും കൂടെ വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ പുറത്തോട്ട്. എന്തായാലും വിഷുവിന് ഊണ് വീട്ടിൽ നിന്ന് തന്നെ ആയിരിക്കും അല്ലേ? തന്നെ ആയിരിക്കും. ഇന്നെനിക്ക് സത്യം പറയാൻ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിൻ്റെ മകളുടെ കല്യാണമുണ്ട്, അടൂരാണ്. ഞാൻ ചെല്ലും അതിന്. അവർ വൈകുന്നേരത്തെ ഫംഗ്ഷന് അവിടെ ചെല്ലും. അതിനു മുമ്പ് ഇവിടെ ചെയ്യേണ്ട കാര്യങ്ങളും ഇവിടെ ചില പ്രദേശങ്ങളിലൊക്കെ പോകും. അതിനുശേഷം അങ്ങോട്ട്. ചെറുപ്പത്തിലെ വിഷു ഒക്കെ എങ്ങനെയായിരുന്നു? പടക്കം പൊട്ടിച്ചും കൈനീട്ടം മേടിച്ചൊക്കെ ആയിരുന്നു? അത് നാട്ടുപുറത്തെ വിഷു അല്ലേ, അത് ഭയങ്കര ആഘോഷമാണ്. കാരണം അതിൻ്റെ ഒരു പാരമ്പര്യമുണ്ട്. വീട്ടിൽ മാത്രമല്ല, വീട്ടിൽ ഉള്ള ആളുകൾ, ബന്ധുക്കൾ, ഇവിടെ തൊട്ടടുത്തുള്ള ആളുകൾ എല്ലാവരും കൂടെ ചേർന്ന ഒരു സന്തോഷമായിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. പക്ഷേ നഗരത്തിലെ വിഷു എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. ഇപ്പോൾ വന്നിട്ട് അതിൻ്റെ പ്രാധാന്യം വർദ്ധിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ്. എന്നാലും നഗരത്തിലെ വിഷുവല്ലേ, അതിന് സത്യം പറഞ്ഞാൽ പഴയതുപോലെ എല്ലാ ആളുകളെയും കൂടിയുള്ള ഒരുമിച്ചുള്ള ഒരു നീക്കം ഉണ്ടാവില്ല. വിഷു എന്ന് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്, ഐക്യത്തിൻ്റെ ഭാഗമാണ്, സന്തോഷത്തിൻ്റെ ഭാഗമാണ്. മാത്രമല്ല നമ്മൾ അവരുമായിട്ടുള്ള ഒരു സമീപനത്തിൻ്റെ കൂടെ ഒരു ഭാഗമാണ്. കേരളത്തിലെ ഒരു കാലാവസ്ഥ ചേഞ്ച് ചെയ്യുന്ന ഒരു കാലഘട്ടം ഇത്. അത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ്, ശാസ്ത്രവുമായിട്ടും കുറേ ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ആ കാലാവസ്ഥയെ കേരളത്തിലെ മുഴുവൻ ആളുകളും ഒരുപോലെ വിഷു പുലരി എന്നുള്ള നമ്മളുടെ ഒരു ചിന്തയുണ്ട്. ആ ചിന്തയിലേക്കാണ് പോകുന്നത്. സാറിന് ഇങ്ങനെ ആഘോഷങ്ങൾക്കൊക്കെ കിട്ടാറുണ്ടോ? ഉണ്ടാവും, ആഘോഷങ്ങൾക്കൊക്കെ ഉണ്ടാവും. സാറിന്റെ ഈ തിരക്കിനിടയിൽ വീട്ടിൽ സമയം കുറയുന്നുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സാർ പക്ഷെ അങ്ങനത്തെ കുറവ് വരുത്താറില്ല. പോയി റിപ്പോർട്ടർ ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ വിഷു ആശംസ. അപ്പോൾ കോട്ടയംകാരെ സംബന്ധിച്ചിടത്തോളം തിരുവഞ്ചൂർ സാർ ഇങ്ങനത്തെ ആഘോഷ ദിവസങ്ങളിലൊക്കെ അവരുടെ ഒപ്പവും ഭാഗമാകാറുണ്ട്. സാറിന്റെ വിഷു വിശേഷങ്ങളാണ് നമ്മൾ കണ്ടത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് കളത്തിപ്പടിക്കൊപ്പം റിപ്പോർട്ടർ അഞ്ജന അനിൽകുമാർ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.